പ്രിയപ്പെട്ടവരെ, ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥിയോ രക്ഷിതാവോ അധ്യാപകരോ ആണോ നിങ്ങൾ? നമ്മുടെ കുട്ടികളെ ഭാവിയിൽ മികച്ച ശാസ്ത്രജ്ഞന്മാരായി വളർത്തിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വിഷമിക്കേണ്ട, ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് വീണ്ടും വരികയാണ്. കേരള സ്റ്റേറ്റ് സിലബസ്, CBSE, ICSE തുടങ്ങി ഏത് സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്ത് തങ്ങളുടെ മികവ് തെളിയിക്കാൻ സാധിക്കും. ബാലശാസ്ത്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടിശാസ്ത്രജ്ഞരെ കണ്ടെത്തുന്ന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് വീണ്ടും വരികയാണ്. നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ്, NCSC എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും തുടങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ബാലശാസ്ത്ര കോൺഗ്രസിന്റെ 32ാം എഡിഷനാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. ശാസ്ത്രകുതുകികളായ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഉന്നത പഠനത്തിന് ഒരു ദിശാസൂചിയായി ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. തങ്ങളുടെ തുടർ പഠനത്തിനും കരിയറിനും ആവശ്യമായ അടിത്തറ ഇതുവഴി പാകാൻ സാധിക്കും. കേരള സ്റ്റേറ്റ് സിലബസ്, CBSE, ICSE തുടങ്ങി ഏത് സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാം. 32ാമത് ബാലശാസ്ത്ര കോൺഗ്രസിലേക്ക് അപേക്ഷിക്കാനുള്ള സമയമാണിപ്പോൾ. ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ഘടന പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷങ്ങളായി ഇത് നടന്നിരുന്നില്ല. 2 വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോഴും മുൻപത്തെ ഘടനയിൽ നിന്നും കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ ജില്ലാതല മത്സരങ്ങൾ ആദ്യം നടക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലാണ് കേരളത്തിൽ മത്സരങ്ങൾ നടത്തുക. സ്കൂളിലെ ദേശീയ ഹരിതസേന, നാഷണൽ ഗ്രീൻ കോർപ്സ്, സയൻസ് ക്ലബ്ബ്, എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നിവയുടെ സഹകരണം ഇതിനുണ്ടാകും. ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ജില്ലാ കോർഡിനേറ്റർമാരും അക്കാദമിക് കോർഡിനേറ്റർമാരും ചുമതലയേറ്റു കഴിഞ്ഞു. ജില്ലാതല മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രൊജക്ടുകൾ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടും. അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രൊജക്ടുകൾ പിന്നീട് ദേശീയ തലത്തിൽ മാറ്റുരയ്ക്കും. ഇനി എന്താണ് ബാലശാസ്ത്ര കോൺഗ്രസ് എന്ന് നോക്കാം. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധവും ശാസ്ത്രാഭിമുഖ്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് നടത്തുന്നത്. വിദ്യാർത്ഥികളിലെ ഗവേഷണ അഭിരുചികൾ കണ്ടെത്താൻ മധ്യപ്രദേശിലെ ഗ്വാളിയോർ സയൻസ് സെന്റർ തയ്യാറാക്കിയ പ്രോഗ്രാമാണ് പിന്നീട് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ പിറവിയിലേക്ക് വഴിതെളിയിച്ചത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ഈ ആശയം സ്വാംശീകരിച്ച് ബാലശാസ്ത്ര കോൺഗ്രസിന് രൂപം നൽകി. തുടർന്ന് ആദ്യത്തെ ബാലശാസ്ത്ര കോൺഗ്രസ് 1993 ഡൽഹിയിൽ വെച്ച് നടന്നു. പരിസ്ഥിതിയെ അറിയാം എന്നതായിരുന്നു ആദ്യ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ മെയിൻ തീം. പിന്നീട് വിവിധ തീമുകളിലായി 31 ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസുകൾ നടന്നു. ദേശീയതല മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ ട്രാക്ക് റെക്കോർഡാണ് കേരളത്തിനുള്ളത്. മികച്ച ദേശീയ പ്രൊജക്ടുകളിൽ കേരളത്തിലെ പ്രൊജക്ടുകൾ എപ്പോഴും തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷത്തേത് 32ാമത്തെ ബാലശാസ്ത്ര കോൺഗ്രസ് ആണ്. വിദ്യാർത്ഥികൾ തങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്തുന്ന വിഷയങ്ങളിൽ ഒരു ഗൈഡിന്റെ സഹായത്തോടെ നടത്തുന്ന നിരീക്ഷണ ഗവേഷണങ്ങളിൽ നിന്നാണ് ബാലശാസ്ത്ര കോൺഗ്രസിലേക്കുള്ള പ്രൊജക്ടുകൾ തയ്യാറാക്കപ്പെടുന്നത്. സർവകലാശാലകളിലും മറ്റും നടക്കുന്ന ഗവേഷണങ്ങളുടെ അതേ ചുവട് പിടിച്ച് തന്നെയാണ് ഈ പ്രൊജക്ടുകളും തയ്യാറാക്കേണ്ടത്. വർക്കിംഗ് മോഡലുകൾ അവതരിപ്പിക്കുന്നതിനേക്കാളുപരി വിദ്യാർത്ഥികൾ തങ്ങൾ നടത്തിയ നിരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളിലൂടെയും വന്നെത്തിയ കണ്ടെത്തലുകൾ ശാസ്ത്രീയമായി ഒരു റിപ്പോർട്ട് രൂപത്തിൽ എഴുതി തയ്യാറാക്കുകയും പിന്നീട് ഒരു 3 അംഗ ഇവാലുവേറ്റർ പാനലിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയുമാണ് ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ഘടന. കുട്ടികൾ നടത്തുന്ന നിരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഓരോ ദിവസത്തെയും പുരോഗതി ഒരു നോട്ട്ബുക്കിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാകണം. ഇതിനെ പ്രൊജക്ട് ലോഗ് ബുക്ക് എന്നാണ് പറയുക. പ്രൊജക്ട് റിപ്പോർട്ടിനൊപ്പം ഈ ലോഗ് ബുക്കും സമർപ്പിക്കേണ്ടതുണ്ട്. പ്രൊജക്ട് റിപ്പോർട്ട്, പ്രസന്റേഷൻ എന്നിവയുടെ മാർക്കുകൾ ഒരുമിച്ച് പരിഗണിച്ചാണ് മികച്ച പ്രൊജക്ടുകൾ തിരഞ്ഞെടുക്കുക. ഇനി ഏത് വിഷയത്തിൽ പ്രൊജക്ട് തയ്യാറാക്കാം എന്ന് നോക്കാം. ഓരോ 2 വർഷവും ഒരു പ്രത്യേക തീമിനെ അടിസ്ഥാനമാക്കിയാണ് ബാലശാസ്ത്ര കോൺഗ്രസ് നടക്കുക.
ഉദാഹരണമായി 2026-27 വർഷത്തെ മെയിൻ തീം സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ സസ്റ്റൈനബിലിറ്റി എന്നതാണ്. അതായത് സുസ്ഥിര വികസനത്തിന് ശാസ്ത്രത്തെയും നൂതനാശയങ്ങളെയും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള അന്വേഷണം. ഈ തീമിന് 5 സബ് തീമുകളുണ്ട്. ഒന്നാമത്തേത് മാലിന്യ സംസ്കരണം വിഷയമാകുന്ന R5 വേസ്റ്റ് മാനേജ്മെന്റ്. R5 എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ്, റിട്രീവ്, റീഡിസൈൻ ആൻഡ് റീസൈക്കിൾ. രണ്ടാമത്തേത് ഊർജ സംരക്ഷണമാണ്. E4 എനർജി. E4 എനർജി എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോർ, എക്സ്പെരിമെന്റ്, എൻഹാൻസ് ആൻഡ് ഇവോൾവ്. ഇനി ജലസംരക്ഷണവും മറ്റും വിഷയമാകുന്നതാണ് മൂന്നാമത്തെ തീം. അതിൽ വാട്ടർ ഹാർവസ്റ്റിംഗ്, വാട്ടർ ഹാർനസിംഗ്, വാട്ടർ റീസൈക്ലിംഗ്, വാട്ടർ കൺസർവേഷൻ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. നാലാമത്തേതാകട്ടെ ഫുഡ്, അഗ്രികൾച്ചർ ആൻഡ് ഹെൽത്ത് എന്ന സബ് തീമിൽ ഭക്ഷണവും കൃഷിയും ആരോഗ്യവും വിഷയമാക്കുന്നു. ഭാരതീയ വിജ്ഞാനം സുസ്ഥിര വികസനത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ഫോർ സസ്റ്റൈനബിലിറ്റി എന്നതാണ് അഞ്ചാമത്തെ സബ് തീം. ഈ സബ് തീമിൽ ഏതെങ്കിലും ഒന്നിനെ അടിസ്ഥാനമാക്കി ആയിരിക്കണം വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊജക്ട് വിഷയം തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ആർക്കൊക്കെ ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാമെന്ന് നോക്കാം. എല്ലാ വിദ്യാർത്ഥികൾക്കും ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. വ്യത്യസ്ത പ്രായക്കാരുടെ 2 കാറ്റഗറികളിലായാണ് മത്സരം നടക്കുക. പഠിക്കുന്ന ക്ലാസ് അടിസ്ഥാനമാക്കിയല്ല വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്, പകരം അവരുടെ വയസ്സാണ് മാനദണ്ഡം. 10 മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ ലോവർ ഗ്രൂപ്പിലും 14 മുതൽ 17 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ അപ്പർ ഗ്രൂപ്പിലും ഉൾപ്പെടും. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വയസ്സിളവുണ്ട്. 2 വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടതാണ് ഒരു പ്രൊജക്ട് ഗ്രൂപ്പ്. ഓരോ പ്രൊജക്ട് ഗ്രൂപ്പിനും ഒരു പ്രൊജക്ട് ഗൈഡ് നിർബന്ധമാണ്. സാധാരണഗതിയിൽ സ്കൂളിലെ ഏതെങ്കിലും അധ്യാപകരായിരിക്കും പ്രൊജക്ട് ഗൈഡായി പ്രവർത്തിക്കുക. രക്ഷിതാക്കൾക്കും പ്രൊജക്ട് ഗൈഡ് ആകാവുന്നതാണ്. പ്രൊജക്ട് ഗൈഡിന്റെ സഹായത്തോടെ വേണം വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊജക്ട് പൂർത്തീകരിക്കേണ്ടത്. പ്രൊജക്ടിന്റെ തുടക്കം മുതൽ പ്രസന്റേഷൻ വരെയുള്ള ഘട്ടങ്ങളിൽ തങ്ങളുടെ വിദ്യാർത്ഥികൾ ശരിയായ രീതിയിലാണ് പ്രൊജക്ട് പൂർത്തീകരിച്ചിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്താൻ ഓരോ പ്രൊജക്ട് ഗൈഡും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എങ്ങനെയാണ് ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കുക എന്ന് നോക്കാം. നേരത്തെ വിശദീകരിച്ച തീമിനെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾ ഒരു വിഷയം കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമതായി അതിന്റെ സാധ്യതകളെ കുറിച്ച് ഒരു അവലോകനം നടത്തണം. ഇതിന് അധ്യാപകരുടെ സഹായം തീർച്ചയായും തേടണം. പിന്നീട് ഒരു പ്രൊജക്ട് ഗൈഡിനെ കണ്ടെത്തുക. ഇതും അധ്യാപകർ തന്നെയാകാം. സ്കൂളിൽ പ്രവർത്തിക്കുന്ന സയൻസ് ക്ലബിന്റെ സഹകരണം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ബാലശാസ്ത്ര കോൺഗ്രസിന് അപേക്ഷ സമർപ്പിക്കുകയാണ് അടുത്ത ഘട്ടം. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളും പ്രൊജക്ട് ഗൈഡുമാരും പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ncsc.in/register എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പ്രൊജക്ടിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുക. സമയബന്ധിതമായി ഇവ പൂർത്തീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ ഒക്ടോബർ മാസത്തിൽ ജില്ലാതല മത്സരം നടക്കും. ഇതിനു മുമ്പായി അബ്സ്ട്രാക്ട്, പ്രൊജക്ട് റിപ്പോർട്ട്, ലോഗ് ബുക്ക് എന്നിവയെല്ലാം സമർപ്പിക്കുകയും വേണം. അതിനാൽ ഓഗസ്റ്റ്-സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും പ്രൊജക്ട് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാലശാസ്ത്ര കോൺഗ്രസിന് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി, പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ട അധ്യായങ്ങൾ, പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും വിശദമാക്കാനുണ്ട്. അവയെല്ലാം തുടർന്നുള്ള വീഡിയോകളിൽ വിശദമാക്കാം. നന്ദി, നമസ്കാരം.